അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ പുതിയ പുസ്തകമാകുന്ന തജ്വീദുൽ ഖുർആനിലെ തദ്രീബാത്ത് പാഠം വായിച്ച് അതിൻ്റെ തദ്രീബാത്തുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് മറ്റു ക്ലാസ്സുകളുടെ മറ്റു തസ്കിയത്തിൽ വിൽദാൻ, ഫിഖ്ഹുൽ ഇസ്ലാം, താരീഖ് ഈ കിതാബുകളൊക്കെ തദ്രീബാത്തുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ചാനലിൻ്റെ ആ പേരുള്ള ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓപ്പണായിട്ട് വരും വീഡിയോസ് പ്ലേലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പ്ലേലിസ്റ്റിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അൽ വഹ്ദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. ഇന്നഹു കാന തവ്വാബാ. ഉസ്താദെ, മസ്ജിദിൽ നിന്ന് മുഅദ്ദിൻ ഹയ്യ അലസ്സലാ എന്ന് പറയുമ്പോൾ അവസാനത്തെ താ കേൾക്കുന്നില്ലല്ലോ. റാസിമോൻ ചോദിച്ചു. ഉസ്താദ്, ഹാ ഉൽ ലമീർ, ഹാ ഉത് തഅനീസ്, ഹാ ഉസ് സക്ത, ഇങ്ങനെ പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. അവൻ, അത് എന്നീ അർത്ഥങ്ങളുള്ള ഹാഇനാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. എന്തിന്? അവൻ, അത് എന്നീ അർത്ഥങ്ങളുള്ള ഹാഇനാണ് ഹാ ഉൽ ലമീർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇന്നഹു കാന തവ്വാബാ ഇൻദഹു ഇല്ലാ ബിഇദ്നി. ഇൻദഹു, ഇവിടെ ഇന്നഹു എന്നുള്ളിടത്ത് ഹാ ഉൽ ലമീറാണ്. അതേപോലെ ഇൻദഹു ഇവിടെ കാണിച്ച ഹാവും അതുപോലെ തന്നെ ഹാ ഉൽ ലമീറാണ്. ഇനി അടുത്തത്, പദങ്ങളെ മുഅന്നസ് ആക്കാൻ ഉപയോഗിക്കുന്ന ഹാഇന് ഹാ ഉത് തഅനീസ് എന്നാണ് പേര്. പദങ്ങളെ മുഅന്നസ്, മുദക്കർ മുഅന്നസ് എന്നിങ്ങനെ രണ്ടായിട്ടുണ്ടല്ലോ. അതിൽ പദങ്ങളെ മുഅന്നസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാഇന് ഹാ ഉത് തഅനീസ് എന്നാണ് പേര്. ഇതിന് ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയുമാണ് ഉച്ചരിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് ഉച്ചരിക്കും. കൂട്ടി വായിക്കുന്ന സമയത്ത്, ശേഷമുള്ളതിനോട് കൂട്ടി വായിക്കുന്ന സമയത്ത് താ ആയിട്ടും ഉച്ചരിക്കും. ഉദാഹരണത്തിന് വഖഫ് ചെയ്യുമ്പോഴത് ഹയ്യ അലസ്സലാ, അവിടെ ഹാ ആയിട്ട് ഉച്ചരിക്കുന്നു. അടുത്തത് ഖദ് ഖാമത്തിസ്സലാ, അവിടെയും ഹാ ആയിട്ട്. ഇനി റാളിയതം മർളിയ, ഇവിടെ പിന്നെ തഅനീസിൻ്റെ താ ആണ് ഈ കാണുന്നത്. റാളിയത്തൻ എന്നുള്ളടുത്ത താ, അതിന് നമ്മൾ താ ആയിട്ട് തന്നെയാണ് ഉച്ചരിച്ചത്. കാരണം കൂട്ടി വായിക്കുന്ന സമയത്ത് പിന്നെ താ ആയിട്ട് ഉച്ചരിക്കുന്നു. വഖഫ് ചെയ്യുമ്പോൾ അതിനെ ഹാ ആയിട്ടും ഉച്ചരിക്കും. രണ്ടാമത്തെ തായിൽ വഖഫ് ചെയ്തു, അവിടെ നമ്മൾ ഹായിലാണ് വഖഫ് ചെയ്തത്. റാളിയതം മർളിയ. അടുത്തത്, ഇവിടെ കൂട്ടി വന്ന സമയത്തുള്ള ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ താ ആയിട്ടാണ് നമ്മൾ ഓതുക. അൽ ഖാരിഅതു മൽ ഖാരിഅ, ഇവിടെ താ ആയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുക. ഖാരിഅതു എന്ന് ഓതിയിട്ടാണ് നമ്മൾ കൂട്ടി ഓതുന്ന സമയത്ത് താ ആയിട്ട് ഉച്ചരിക്കുന്നു. വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാ ആയിട്ടും ഉച്ചരിക്കും. അൽ ഖാരിഅ മൽ ഖാരിഅ. അപ്പോൾ കൂട്ടി ഓതുന്ന സമയത്താണ് താ ആയിട്ട് ഉച്ചരിക്കുക. ഇനി മൂന്നാമത്തെ ഒരിനം ഹാ കൂടിയുണ്ട്. അതേതാണ്? കിതാബിയ, ഹിസാബിയ, മാലിയ, മാഹിയ, സുൽത്താനിയ പോലെയുള്ളവയുടെ അവസാനമുള്ളത് സക്തിൻ്റെ ഹാഉകളാണ്. മൂന്നാമത്തെ ഹാ സക്തിൻ്റെ ഹാ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാഉകൾക്ക് സുക്കൂനായിരിക്കും. അല്പം അടങ്ങിയാണ് ഉച്ചരിക്കേണ്ടത്. അല്പം അടങ്ങണമെന്ന് സൂചിപ്പിക്കുന്ന ഈ ഹാവുകൾക്ക് സുക്കൂനായിരിക്കും. വഖഫിൻ്റെ സമയത്താണെങ്കിലും സുക്കൂനായിരിക്കും, കൂട്ടി ഓതുന്ന സമയത്താണെങ്കിലും സുക്കൂനായിരിക്കും. അപ്പോൾ കൂട്ടി ഓതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഓതണം? അതാണ് ഇനി പറയുന്നത്. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ച് കൊണ്ടാണ് ഹാ സക്തിൽ പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ ശ്വാസം വിടാതെ അല്പം അടങ്ങുക. അപ്പോൾ നമ്മളൊരായത്ത് ഓതുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള ഹാ വന്നു കഴിഞ്ഞാൽ അവിടെ ശ്വാസം വിടാതെ കൂട്ടി ഓതുമ്പോഴാട്ടോ, വഖഫ് ചെയ്യാതെ കൂട്ടി ഓതുമ്പോൾ ശ്വാസം വിടാതെ അല്പം അടങ്ങിയതിന് ശേഷം ബാക്കി ഓതുക. ഉദാഹരണം നമുക്ക് നോക്കാം. സൂറത്തുൽ ഹാഖ, അൽ ഹാഖയിൽ നമുക്ക് കാണാം. ഇവിടെ മാ അഗ്ന അന്നി മാലിയ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ മാലിയ.
ഹലക അന്നി സുൽത്താനിയ. ഇവിടെ രണ്ടിടത്തും നമ്മൾ ഹാഇന് മേലിൽ വഖഫ് ചെയ്തു. ഇനി ഇവിടെ കൂട്ടി ഓതുന്ന സമയത്ത് ഇവിടെ ഹാഇന് സുക്കൂനാണ്, രണ്ടിടത്തും ഹാഇന് സുക്കൂനാണ്. അപ്പോൾ അവിടെ കൂട്ടി ഓതുന്ന സമയത്ത് ഈ ഹാ ഉച്ചരിച്ചതിന് ശേഷം അല്പം ഒന്ന് അടങ്ങുക. സ്ഥലത്ത് സക്ത ചെയ്തിട്ടാണ് ഓതേണ്ടത്. സക്ത ചെയ്യൽ ജായിസായ സ്ഥലമാണ് ഈ സ്ഥലങ്ങൾ. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അങ്ങനെ ഇവിടെ അല്പം ശ്വാസം വിടാതെ അല്പം അടങ്ങുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് കൂട്ടി ഓതി നോക്കാം. ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂഹ്. ഇത് നേരിട്ട് കേട്ട് കേൾക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഉസ്താദുമാരിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഇനി ഇവിടെ ഖുദൂഹു ഫഗുല്ലൂഹു എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹാ ഉൽ ലമീറാണ്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് നമുക്ക് വഖഫ് ചെയ്യും. പക്ഷെ കൂട്ടി ഓതുന്ന സമയത്ത് അവിടെ ഹാഇന് ലൊമ്മ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഓതുക. ഖുദൂഹു ഫഗുല്ലൂഹു വഖഫിൻ്റെ സന്ദർഭത്തിൽ അങ്ങനെ. ഇനി കൂട്ടി ഓതുമ്പോൾ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ. ഇവിടെ അങ്ങനെയല്ല വരിക. ഇവിടെ ഹാഇന് ഓൾറെഡി സുക്കൂനാണ്. വഖഫ് ചെയ്യുമ്പോഴും സുക്കൂനാണ്, കൂട്ടി ഓതുന്ന സമയത്തും സുക്കൂനാണ്. അപ്പോൾ കൂട്ടി ഓതുമ്പോൾ എന്ത് ചെയ്യണം? അല്പം ഒന്ന് അടങ്ങിയതിന് ശേഷമായിരിക്കണം അടുത്ത പദം നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാ ഉത്ത് ഇനീസിനും അതുപോലെ തന്നെ ഹാ ഉൽ ലമീറിനും ഹാ ഉസ്സക്തക്കും ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൂറത്തുൽ ഹാക്ക പോലെയുള്ള സൂറത്തുകൾ നോക്കിയാൽ ഈ ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണാം. അതനുസരിച്ച് പാരായണം ചെയ്യുക. ഇനി നെസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. ഹാ ഉൽ ലമീർ അവൻ അത് എന്നൊക്കെ വരുന്നതാണ്. ഹാ ഉൽ ലമീർ എന്ന് പറഞ്ഞല്ലോ, അതേതാ ഇതിൽ? ആൻസർ സി ആണ്. അദാബഹു അഹദ്. ഇവിടെ ഉള്ള ഈ ഹു എന്നതാണ് ഹാ ഉൽ ലമീർ. രണ്ടാമത്തെ ഹാ ഉത്ത് ഇനീസ്, ആൻസർ എ. മൽ ഖാരിഅ പദങ്ങളെ മുഅന്നസാക്കാൻ വേണ്ടി വരുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഈ മൽ ഖാരിഅ എന്നുള്ള പദത്തെ മുഅന്നസാക്കിയതാണ് ഈ ഹാത്ത കൊടുത്തിട്ട്. ഇനി മൂന്നാമത്തെ ഹാ ഉസ്സക്ത, അതേതാണ്? ആൻസർ ബി ആണ്. ലം യതസന്ന. ഇനി രണ്ടാമത്തെ നുജീബു കലിമ ബി കലിമത്തിൻ വാഹിദ, ഒറ്റ കലിമത്തിലായിട്ട് ഒറ്റ പദത്തിലായിട്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഒന്ന് അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? ആൻസർ ഹാ ഉൽ ലമീർ. രണ്ട് പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇൻ്റെ പേരെന്ത്? ആൻസർ ഹാ ഉത്ത് ഇനീസ്. മൂന്ന് ഹിസാബിയ എന്നതിൽ ഏത് ഹാ ആണുള്ളത്? ആൻസർ സക്ത, ഹാ ഉസ് സക്തയാണ് അവിടെയുള്ളത്. അവൻ അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? ഹാ ഉൽ ലമീർ. ഇവിടെ വേണമെങ്കിൽ ഉദാഹരണവും എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാൻ പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. ഏതെല്ലാം? ആൻസർ ഹാ ഉൽ ലമീർ, ഹാ ഉത്ത് ഇനീസ്, ഹാ ഉസ് സക്ത. മൂന്നാമത്തെ ഹാ ഉത്ത് ഇനീസ് താ ആയി ഉച്ചരിക്കണം എപ്പോൾ? ഹാ ഉത്ത് ഇനീസ് താ ആയിട്ട് ഉച്ചരിക്കണം എപ്പോൾ? ആൻസർ ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോൾ. ശേഷമുള്ള പദത്തോട് ചേർത്തി വായിക്കുമ്പോഴാണ് താ ആയിട്ട് ഉച്ചരിക്കേണ്ടത്. 3 ഹാ ഉത്ത് ഇനീസ് ഹാ ആയി ഉച്ചരിക്കണം എപ്പോൾ? ആൻസർ വഖഫ് ചെയ്യുമ്പോൾ. 4 ഹാ ഉസ്സക്തിൽ പാരായണം ചെയ്യേണ്ടതെങ്ങനെ? ഹാ ഉസ്സക്തിൽ പാരായണം ചെയ്യേണ്ടതെങ്ങനെ? ആൻസർ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടും വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ച് കൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ നഖ്റ സൂറത്തുൽ ഹാക്ക വനക്തശിബു മിന്ന ഹാ ഉൽ ലമീർ വഹാ വത്തഇനീസ് വസ്സക്ത. അപ്പോൾ സൂറത്തുൽ ഹാക്ക നോക്കിയിട്ട് അതിൽ എല്ലാ ഹാവുകളും പറയുന്നുണ്ട്. ഹാ ഉൽ ലമീർ ഉണ്ട്, ഹാ തഇനീസ്, ഹാ ഉസ്സക്ത ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. തഖ്സീസ് നഖ്റ സൂറത്തുൽ ഫാത്തിഹ വ സൂറത്തുൽ ബഖറ 1 മുതൽ 61 വരെ മാ മുറാഅത്തിൽ ഹാകളെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. പിന്നെ യാസീൻ സൂറത്ത് ഹിഫ്ളാക്കാനുള്ളത് 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ, അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയയിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുമാണ് ഹിഫ്ളാക്കാനുള്ളത്. ഇതോടെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.